വന്നു. സമയം ആയി. ഓക്കെ ഓക്കെ കേട്ടോ. ഇനി തുടങ്ങാം, അവര് വന്നോളൂ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമുക്കേ നമുക്ക് നമ്മുടെ സ്ക്രീനിലോട്ട് പോവാട്ടോ. ഓക്കെ, നമ്മളെ ഇവരെ പഠിച്ചു നോക്കാം. നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കട്ടെ കേട്ടോ. ആലിമ. ഓക്കെ, അപ്പൊ കാണുന്നില്ലേ സ്ക്രീന്? നിങ്ങളെ ബുക്ക് എടുക്കണ്ട കേട്ടോ. ഞാൻ ഏതെങ്കിലും ഒരു പേജിൽ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് റിവിഷൻ ചെയ്തു തരാം കേട്ടോ. ഇപ്പൊ എഴുതണ്ട, അപ്പൊ ഞാന് പറഞ്ഞുതരാം, അത് നോക്കിയാൽ കേട്ടോ. നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്ന് പറഞ്ഞുതരാം, അത് നോക്കിയാൽ മതി. ഓക്കെ, ഒരു പേജ് ഞാൻ എടുത്തുന്നുള്ളൂ കേട്ടോ. അർമാൻ എവിടക്ക പോണു? അവിടെ ഇരി, ബുക്ക് ഞാൻ പറയുമ്പോ എടുക്കാം. റിയാൻ ക്ലാസ് കേട്ടോ? വീഡിയോ കണ്ടോ? കണ്ടോ? എഴുതി നോക്കിയാ എന്തെങ്കിലും? ഉഷാറാണോ? എഴുതാൻ പറ്റുന്നുണ്ടോ? മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്ക്. അപ്പൊ ഇനി ഇതിൽ ശ്രദ്ധിച്ചാ മതി കേട്ടോ. നമ്മൾ എന്താ പഠിച്ചത് ഇന്നലെയൊക്കെ? ഇന്നലൊക്കെ നമ്മൾ പഠിച്ചത് ഓക്കെ, ബ ബി ബു അതൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം കേട്ടോ. അവിടെ ആവുമ്പോ നിങ്ങക്ക് കാണൂലേ, അപ്പൊ മനസ്സിലാവും. ഞാൻ ഇവിടെ എഴുതി നോക്കാം. ഓക്കെ, തോണിന്റെ അടിയിലൊരു ഡോട്ട് ഇട്ടാൽ എന്താ വായിക്കാ പറഞ്ഞ? ബ. അത് മറക്കൂലല്ലോ? ഓക്കെ, സിംഗിൾ ബോട്ട്, സിംഗിൾ ഡോട്ട് ഓൺ ദ ബോട്ടം. ബി 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 ബു. ഇത് എവിടെ കണ്ടാലും മറക്കൂല്ലോ. കർവ്ഡ് സിമ്പിൾ ബു. ഇത് നമ്മൾ പഠിച്ചില്ല, ഇതൊന്ന് വായിച്ചേ.
Ba. ആ, ആ, Ba. ആ, Bi. ആ. ബാ ബി ആ അടുത്തത് ബു. ഓക്കെ, ലേക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ? ബാ ബി ബു. റിയാൻ, റിയാൻ എന്തിനാ ക്യാമറ ഓഫ് ചെയ്യുന്നേ? ക്യാമറ ഓഫ് ചെയ്താൽ എനിക്ക് കാണാൻ കഴിയില്ലോ, അത് അതിന്റെ അപ്പുറത്തുണ്ടോ? ഇപ്പൊ എഴുതണ്ട കേട്ടോ, ഇപ്പൊ എഴുതണ്ട, ഇതിലോട്ട് നോക്കിയാ മതി. നമ്മള് ഒരു സിംഗിൾ. എന്നോട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ടീച്ചറെ ക്യാമറ ഓണല്ലേ റിയാന്റെ? എന്താണ്? റിയാന്റെ ക്യാമറ ഓൺ ആണോ? അത് ഇല്ല ഇല്ല, കാണുന്നില്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവണേ. തന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവോ? ആ ഇപ്പൊ ശരിയായി, ഇപ്പൊ ശരിയായി. ആ. ഓക്കെ, റിയാൻ ഇവിടെ നോക്കട്ടോ. റിയാന്റെ ഫ്രണ്ട്സിനെ കാണുന്നുണ്ടോ, അതോ ടീച്ചറിനെയും സ്ക്രീനും മാത്രമേ കാണുന്നുള്ളൂ? മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ. അപ്പോ ബ ബി, ഇതെന്താണ്? ബു. ബ, ഞാൻ എഴുതുമ്പോ അതിനൊപ്പം പറയട്ടോ. ബ ബി ബു. ഓക്കെ, ബു. ഓക്കെ, അത് പഠിഞ്ഞില്ലേ? ഇനി അടുത്തത് നമ്മൾ എന്താ പഠിച്ചേ? നമ്മളൊരു സിംഗിൾ ബോട്ട് വരച്ചു, അതിന്റെ ടോപ്പില് 2 ഡോട്ട്സ് അല്ലെ? 2 കുത്തിട്ടാല് എന്താ നമ്മൾ വായിച്ചത്? ത. ഓക്കെ, ത. ഇതെവിടെ കണ്ടാലും മറക്കൂലല്ലോ. താന്റെ അടയാളം എന്താണ്? മുകളില് 2 കുത്ത്. The has 2 dots on the top. മറക്കൂലല്ലോ. താത്തി തു. ആ എളുപ്പമുണ്ടല്ലോ, അങ്ങനെ പഠിച്ചാ മതി. താത്തി തു. ഓക്കെ. മേലെ ഇട്ടാല് ത, അകാരം സിമ്പൽ, അകാരത്തിന്റെ അടയാളാണ്. അതിന്റെ ടോപ്പിലുള്ള ചെറിയ ചെരിഞ്ഞ വര, ഇത് തി. ഇത് ഇകാരത്തിന്റെ അടയാളാണ്, താഴെയുള്ള വര. ഓക്കെ, ഉകാരത്തിന്റെ സിമ്പല് ഒരു വളഞ്ഞൊരു സിമ്പല്. അപ്പോ തു, ത. ഇത് നിങ്ങൾ ബുക്കിൽ എഴുതേണ്ട സ്ഥലത്ത് ഹോംവർക്ക് ആയിട്ട് എഴുതിയത്. ഇപ്പൊ നമുക്ക് പഠിക്കാം കേട്ടോ. എഴുത്ത് നിങ്ങൾ സാവധാനം നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ എഴുതിയിട്ട് അയച്ചു തരാം. പിന്നെ അടുത്ത് നമ്മളൊരു ഈ ലൈന് മനസ്സിലായില്ല? അർമാൻ ഉറങ്ങിയോ? അർമാൻ, ഈ എന്താ ഉറങ്ങിയ? നീ കുറച്ചൊക്കെ പഠിച്ചിക്കണ, അതാണ്. അതാണ് എനിക്ക് ഉറക്കം വരുന്നത്. അടുത്തത് എന്താ നമ്മൾ പഠിച്ച ഒരു അക്ഷരം കൂടി? 3 ഡോട്ട് ഇട്ട് എന്താ പഠിച്ച? സ. സ എല്ലാരും പറയാൻ പഠിച്ചില്ലേ? ഓക്കെ, ഇനി ഇതെന്താ വായിക്ക? അടിയിലിട്ടാല് സി. സെയിൻ പറയുന്നുണ്ടോ? സെയിനിന്ന് എന്താ ഒരു ഉഷാറ് കുറവ്? ഉറക്കം വന്നു? സെയിൻ ഇന്നലെ ലീവ് ആയിരുന്നല്ലോ അല്ലെ, അതാണ് ഉറക്കം വരുന്നത്. ഇന്നലെ എവിടെ പോയി? നല്ല റീസൺ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ സ, സി, റിയാൻ എന്ന ഉമ്മയുടെ ഫോണില് ജോയിൻ ആയി നോക്കിയേ. ഉപ്പാന്റെ ഫോണിലാണോ ജോയിൻ ആയേ? ഏതെങ്കിലും ഒരു ഫോൺ ലിങ്ക് ഉണ്ടാവുമല്ലോ ഗ്രൂപ്പില്, നിങ്ങൾ രണ്ടുപേരും അതിൽ ആഡ് ആണല്ലോ. ഇപ്പോഴും മോനെ കാണുന്നില്ല. മോന് നമ്മളെ കാണുന്നുണ്ടോ? ഉണ്ട്. ഓ എന്നാ കുഴപ്പമില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാ മതി. എനിക്ക് അവനെ കാണുന്നില്ല. സ, സി, സു. സു. ഓക്കെ,
താന്റെ ഡോട്ട് എങ്ങനെ പറഞ്ഞെന്നേ? താന്റെ ഡോട്ട് ഇടുമ്പോ എപ്പോഴും ആദ്യം ഒരു ഡോട്ട്, പിന്നെ ഒരു ഡോട്ട്, പിന്നെ അതിന്റെ തൊട്ട് മേലായിട്ട്, അങ്ങനെ കേട്ടോ, രണ്ടിന്റെ മേലെയായിട്ടാണ്. അപ്പൊ ഇത് പഠിഞ്ഞോ? ഇതൊന്ന് വായിച്ചേ എല്ലാരും. എഴുതാനായിട്ടില്ല, എഴുതാനാവുമ്പോ ഞാൻ പറയാം. ഓക്കെ, ഇനി വായിച്ചേ. ആരാ വായിക്കണേ? അലീമേ? എന്നാ അലീമ വായിക്കും. അർമാൻ. ആ ആ അല്ല, ഇവിടുത്തെ ബാ അല്ലേ? ഓ, ഞാൻ അത് ഇതിലേ ഉള്ളൂ. ഇതാ ഞാൻ കാണിച്ചു തരുന്നു ഇവിടെ. ഇതെന്താ? ആ, ബ. ആ, ഓ, ഓക്കെ. ഇതോ? ഇവിടെ നോക്കണം, ഉമ്മന്റെ മുഖത്തേക്കല്ല, അടിയിലാണ് പുള്ളി എന്നുണ്ടെങ്കിൽ അപ്പൊ ബ, ബി, ബു. ഇതോ? ആ ആ ആ, ഇതും ത. തീ, തു. സ്ക്രീനിൽ കളിക്കല്ലേ റിയാൻ? തീ, തു. ഓക്കെ, ഇതെന്താണ്? സ. ആ, സി. ആ, തു. ഓക്കെ, ഇതും ആ ആ, സു. ഓക്കെ, ആ സി, സു. ഓക്കെ, ഇനി ലൈക്ക് വായിച്ചേ. ആ ഓക്കെ, ഇനി അടിയത്തതോ? ഓ, മാഷാ അല്ലാഹ്, മബ്റൂക്ക്. ഇതോ? സ, സ. ആ, സു. ഓക്കെ, സ, സി, സു. ഇനി സൈൻ വായിച്ചേ. വായിക്ക്. ആ, ഓക്കെ. ആ, ഓക്കെ. ഇതോ? മൂന്ന് ഡോട്ട് ടോപ്പിൽ കണ്ടാല് സ, സി, സു. ഓക്കെ, ഇനി റിയാൻ വായിക്കോ? ഇതെന്താ വായിക്ക? ആ, ഇത് ബി. ഓക്കെ, ആ, ഒരു തോണി വരച്ചിട്ട് അതിന്റെ അടിയിൽ പുള്ളിയിട്ടാല് ബ, അതിന്റെ മേലെ വരട്ടാല് ബ, അതിന്റെ അടിയിലാണ് വരാന്നുണ്ടെങ്കിൽ ബി, അതിന്റെ അടിയിൽ പുള്ളി, മുകളിൽ ഈ കർവ്ഡ് സിമ്പിളും ആണെങ്കിൽ ഇതുണ്ട് ഒരു വളഞ്ഞിട്ടൊരു സിമ്പിള്, അങ്ങനെ ആകുമ്പോ ബു. ഓക്കെ, എന്താടാ ആയിട്ടില്ല, അവൻ്റെ കയ്യട്ടെ, അവനെ 2-3 ക്ലാസ് ജോയിൻ ആയിട്ടില്ല, അതാണ് അവനൊരു തപ്പല്. ഇതെന്താണ്? ത. ഓക്കെ, ഇത് തി, തി. ആ, അടിയിൽ വരട്ട തി, മേലെ വളഞ്ഞതിട്ടാല് തു, തു, ത, തി, തു. ഓക്കെ, അത് ആദ്യത്തെ ക്ലാസ് കേട്ടാലും മനസ്സിലാവും കേട്ടോ. ഇത് 3 പുള്ളി ഇട്ടാല് സ, ആ, സി, സു, സു. ആ, ഓക്കെ. അപ്പൊ ബ, ബി, ബു, ത, തി, തു, സ, സി, സു. അടിയിലൊരു പുള്ളി ഇട്ടാല് ബ, മുകളിൽ 2 പുള്ളി ത, മുകളിൽ 3 പുള്ളി. ഓക്കെ, ബാന്റെ പുള്ളി എവിടെയാണ്? അതിന്റെ ബോട്ടമിൽ, താഴെ. താന്റെ പുള്ളി ടോപ്പില്, സാന്റെ പുള്ളി ടോപ്പില്. ഇനി നമ്മൾ ഒരു അക്ഷരം കൂടി പഠിച്ചില്ല, അതെന്തായിരുന്നു? ന, അല്ലേ? ന. ഓക്കെ, നാന്റെ
അലീമ അപ്പത്തിന് വെള്ളം കുടിക്കാൻ പോയ. അലീമ വായിച്ചല്ലോ അല്ലേ ഫസ്റ്റ്? ഓക്കെ. അപ്പോ അത് ടീച്ചർ നാളെ ചെയ്യാ. എന്താണ് നാളെ ചെയ്യാ. മനസ്സിലായില്ല. അർമാൻ വായിച്ചിയാ. ഓ അർമ്മ വായിച്ചില്ല. അർമ്മ വായിക്ക. അർമ്മൻ സോറി സോറി സോറി. ഇന്ന് അർമ്മ വായിക്ക്. ഓക്കെ. വായിക്ക് വായിക്ക്. ബാ ആ ബി ബു ആയിട്ടില്ല. ബ താ സി തു ആ ആ താ സി സു ഓക്കെ. സ എന്താ വായിക്ക? താ സി സു. ഓക്കെ. സ നീട്ടലില്ല കേട്ടോ. സ സി സു. മാഷാ അല്ലാ ബറക്കല്ലാഹു ഫീക്കും. എല്ലാവരും അടിപൊളിയായിട്ട് വായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്തത് ഒരക്ഷരം കൂടി നമ്മൾ പഠിച്ചില്ല ഇന്നലെ. അതൊക്കെ കഴിഞ്ഞതാട്ടോ. അതൊക്കെ റിവിഷൻ ആണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടി നമുക്ക് ഞാ എഴുതുമ്പോ എന്താ വ്യത്യാസം പറഞ്ഞേ? അത് ഇത്തിരി, അതിന് സ്റ്റൊമക്ക് ഉണ്ട് പറഞ്ഞില്ലേ, ഒരു ഇത്തിരി വയറുണ്ട് അല്ലെ? ഇത്തിരി വാല് മുകളിലോട്ടും അതിന്റെ വയർ ഇത്തിരി പുറത്തോട്ടും പോകും. ഇത് നമ്മൾ വരമ്മലല്ലേ ചെയ്തിരുന്നത് മൂന്നും. പക്ഷെ ഇത് ഇത്തിരി താഴോട്ട് റൗണ്ട് ഷേപ്പിലാണ് വരിക കേട്ടോ. ഇത്തിരി ചെരിച്ചിട്ട്. ഓക്കെ. നാ ഉണ്ടോ? അതിന്റെ വാല് ഇത്തിരി ഇങ്ങനെ വളഞ്ഞൊരു റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. നീ അതിന്റെ ഡോട്ട് എവിടെയാ? അതിന്റെ ടോപ്പില്. ബാന്റെ ഡോട്ട് അതിന്റെ ബോട്ടമിലും, നാന്റത് അതിന്റെ ടോപ്പിലും. അപ്പോ നാ നി നു. നാ എഴുതുമ്പോ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അല്ലെ? അതിന്റെ ഈ വാല് കുറച്ച് മേലെ നിർത്തിട്ട് ഇത്തിരി റൗണ്ട് ആയിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ട്. ഓക്കെ. അപ്പോ ടോപ്പിലൊരു കുത്തിട, മേലെ ഒരു കുത്തിട, അതിന്റെ മേലെ ഒരു ചെരിഞ്ഞ വര വരക്കുക. അലീമ കറണ്ട് പോയാ? അപ്പോ നാ ഒറ്റക്ക് എഴുതുമ്പോ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ എഴുതാ. ഒരുമിച്ച് എഴുതുമ്പോ ഇവരൊക്കെ എഴുതുന്ന പോലെ തന്നെ എഴുതുക കേട്ടോ. അത് മറക്കരുതേ. ഞാൻ ഒരുമിച്ച് എഴുതുമ്പോ എല്ലാം ഒരേപോലെ എഴുതാം. അത് നമുക്ക് അടുത്ത ഒരുമിച്ച് എഴുതുമ്പോ മനസ്സിലാവും കേട്ടോ. ഇതൊന്ന് ഇത്തിരി പണി ഉണ്ടാവും. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ അടിയിലോട്ട് പോകുന്നതായിട്ട് കാണൂല. അതിന്റെ പ്രിന്റ് അങ്ങനെ ആയതുകൊണ്ട് ഇത്തിരി ഒരു റൗണ്ട് ഷേപ്പിൽ ഇത്തിരി ചെരിഞ്ഞിരിക്കണം കേട്ടോ. അതിന്റെ ഡോട്ട് എപ്പോഴും മേലെ. അപ്പൊ ഇനി ഖുർആനില് എവിടെ ഇത് കണ്ടാലും എന്താ നാ ആണ് മനസ്സിലാക്കണം കേട്ടോ. നാ നീ നു. ഓക്കെ. നാന്റെ ഡോട്ട് എവിടെയാണ്? ഓൺ ദ ടോപ്പ്. മറക്കൂല്ലോ. ബാന്റെ ഡോട്ട് ഓൺ ദ ബോട്ടം. വ്യത്യാസം ഉണ്ട് കേട്ടോ. വ്യത്യാസം ഉണ്ട്. ഓക്കെ. നാ നീ നു. ഓക്കെ. നാ നീ നു. നീ നു. നാ നീ നു. കേട്ടോ? കേട്ടില്ല. ഒന്നും കൂടി പറയാൻ. അർമാന പറയുന്നേ? എന്താ പറഞ്ഞത്? വായിച്ചു വെരി ഗുഡ്. ഇതെന്താ? സ്ക്രീനിൽ നോക്ക്. മുകളിൽ ഒരു ഡോട്ട്. അവിടെ നീ നു. ഓക്കെ. ഇതോ? ഓക്കെ. എന്തോ?
ആ മാഷാഅല്ലാ ബറക്കല്ലാ. അപ്പൊ ഇതോ അതിന്റെ ഡോട്ട് ആ Satu. ഓക്കെ മാഷാഅല്ലാ. അപ്പൊ ഇതോ Ba. ഉം Bi. ഉം Bu. ഓക്കെ ഇതോ Sa. ഉം Si. Su. ഓക്കെ മാഷാഅല്ലാ മാഷാഅല്ലാ മബ്രൂക്ക്. ഇനി അലീമ എന്ന് പറഞ്ഞേ ഇതെന്താ ഇപ്പൊ ഞാൻ ഇത് കാണിക്കുന്ന എന്താ Sa. ആ Si. ആ സു കേക്കുന്നില്ല Sa. ആ Sa. ഉം Si. ഉം Su. സു മാഷാഅല്ലാ മബ്രൂക്ക്. ഇതോ Sa. ഉം Si. ഉം Si. ആ തു ആ നീട്ടരുത് കേട്ടോ, തൂ പറയരുത്. അതിനി നമുക്ക് അടുത്തതിൽ പഠിക്കാം. ഇതെന്താണ് ബ കേൾക്കുന്നില്ല Ba. ആ Bi. ആ Bu. ഓക്കെ മാഷാഅല്ലാ. ഇതോ Nya. ആ Ni. ആ Nu. ഓക്കെ മാഷാഅല്ലാ ബറക്കല്ലാഹു ഫീക്ക്. ഇനി സെയിൻ പറഞ്ഞേ ഇതെന്താ ഇത് ഇത് ഇതാ അത് ഇത് ആ Ti. ഉം Tu. മാഷാഅല്ലാ മാഷാഅല്ലാ. ഇതോ Ba. ഉം Bi. ആ വെരി ഗുഡ്. ഇതോ Da. ഉം Ti. ആ എന്താണ് Si. ആ Su. ആ സു ഇങ്ങനെ പറയണട്ടാ. നാവിന്റെ തുമ്പ് ഈ മുൻഭാഗത്തെ പല്ലിന്റെ തെല്ല് അവിടെ ആയിട്ട് പുറത്ത് കുറച്ചാ ഈ പല്ലിന്റെ അവിടെ തട്ടും നാവ്. സു ഓക്കെ. ഇതെന്താ Na. ആ ന I. Nu. ന നീ Ni. നു. ന പറയുമ്പോൾ നമ്മുടെ നാവ് മേലെ ഭാഗത്ത് തട്ടും. ഓക്കെ. ഇനി ലൈക്ക എവിടെ? ലൈക്ക പോയാ? ലൈക്ക പോയാ? റിയാൻ Likui. ആ Likui. റിയാൻ ക്യാമറക്ക് പ്രശ്നമുണ്ട്. ഇല്ല കാണുന്നില്ല. ആ ഇപ്പൊ കണ്ടു. റിയാൻ ഇത് കാണുന്നുണ്ട്, അതൊന്ന് വായിക്കോ. Ba. ബ ഓക്കെ. കുത്ത് കണ്ടോ? അത് ഇട്ട് കഴിഞ്ഞ ബ, അതിന്റെ മേലെ വരെ ഇട്ടാല് ബ, അടിയിൽ വരെ ഇട്ടാല് ബി, മേലെ ഈ വളഞ്ഞ സിമ്പലിട്ടാല് ബു. ഓക്കെ. ഇനി വായിച്ചേ ബ. ഉറക്ക വായിക്ക. ബി. ഓക്കെ. എന്റെ കേൾക്കുന്നില്ല. എന്റെ കണക്ഷൻ പോയാൽ നിങ്ങൾ അപ്പൊ എഴുതിക്കോളിണ്ട് കേട്ടോ. എന്തെങ്കിലും ഇത് വരികയാണെങ്കിൽ. ആ കാണുന്നില്ലേ? എന്നെ കാണുന്നില്ലേ? ഓക്കെ. ഒന്ന് വായിച്ചേ, ഒന്നും കൂടി വായിച്ചേ. എന്താ ഇവിടെ ഇതെന്താ? ആ ബ ബി. ഓക്കെ. ബു മാഷാഅല്ലാ. റിയാൻ വായിക്കട്ടെ. ഓക്കെ. ഇതോ ത. ത എങ്ങനെ മനസ്സിലാവുക? അതിന്റെ ടോപ്പില് 2 dots on the top. റിയാൻ 2 dots on the top. അതിനെന്താണ് വായിക്കുക? ത. എവിടെ കണ്ടാലും ത. അതിന്റെ മേലെ വരട്ട ത, അതിന്റെ താഴെ വരെ ഇട്ടാല് തി. ഓക്കെ. മറ്റേത് തു. ഓക്കെ. ഇതെന്താണ്? സ. 3 dots on the top. സ. ഓക്കെ. ഇതിന്റെ അടിയിലെ വരട്ട സി. ഓക്കെ. ഇത് സു. ഓക്കെ. അതെ, സു എന്നൊക്കെ പറയുമ്പോ പുറത്തോട്ട് കാറ്റ്. നമ്മളിവിടെ ഒരു പേപ്പർ വെക്കണേ അത് പാറിപ്പോവും. അത്രയും എയർ പുറത്തോട്ട് പോകും കേട്ടാ. ഇതെന്താണ്? സിംഗിൾ ഡോട്ട് ഓൺ ദ ടോപ്പ്. സിംഗിൾ ഡോട്ട് ഓൺ ദ ടോപ്പ്. ന. ഓക്കെ. വെരി ഗുഡ്. ഇത്
നീ നീ ഓക്കെ. അതിന്റെ സിമ്പിൾ എവിടെയാണ്? അതിന്റെ ബോട്ടമിൽ ഇട്ടാൽ നീ. ഇതെന്താണ്? നു. ഓക്കെ. ഇനി വീഡിയോ ഒക്കെ കാണുമ്പോ കുറെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ട്ടാ. ഇനി ഖുർആൻ തുറന്നിട്ട് ഇങ്ങനത്തത് ഉണ്ടോ നോക്കണം കേട്ടോ. അപ്പൊ ബിസ്മില്ല എന്നൊക്കെ പറയുമ്പോ ഇയാൾ അവിടെ ഇരിക്കണ്ടാവും, ബി ഇരിക്കണ്ടാവും. അതിന്റെ ആദ്യത്തെ അക്ഷരം ബിസ്മില്ല പറയുമ്പോ. ഓക്കെ. ഇനി നമുക്ക് നമുക്കത് ഒരുമിച്ചൊന്ന് എഴുതി വെക്കാം. ഒരുമിച്ച് ലയിക്ക പോയ ഇനി 3 അക്ഷരം ഒരുമിച്ച് എഴുതട്ടെ. അതൊരു പണിയില്ല കേട്ടോ. നമ്മള് സെക്കൻഡ് ഡേറ്റ് പഠിച്ചില്ലേ? നമ്മൾ 8ാമത്തെ പേജിലേറ്റ് റൈറ്റ് ലെഫ്റ്റ് കണ്ടിന്യൂസ് ലോങ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് തോണി വരക്കാൻ പഠിച്ചില്ലേ? അങ്ങനെയാണ് നമ്മൾ ഈ 3 അക്ഷരം ഒരുമിച്ച് എഴുതുന്നത് കേട്ടോ. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഞാ എന്നുള്ളത് ഒറ്റക്ക് എഴുതുമ്പോൾ മാത്രമേ അതേപോലെ സ്റ്റൊമക്കൊക്കെ വെച്ചിട്ട് എഴുതുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എഴുതുക കേട്ടോ. ഒരേപോലെയാണ് എഴുതുക. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വരച്ചു, പിന്നെ ഒന്നും കൂടി വരച്ചു, പിന്നെ ഇത്തിരി നീളത്തിൽ ഒന്നും കൂടി വരച്ചു. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ബോട്ടില് ഒരു ഡോട്ട് ഇട്ടു, അതിന്റെ മേലെ ചെരിഞ്ഞൊരു വരയിട്ടു. രണ്ടാമത്തതിന്റെ ബോട്ടമിൽ ഒരു ഡോട്ട് ഇട്ടു, അതിന്റെ മേലെ ഒരു വരയിട്ടു. മൂന്നാമത്തതിന്റെ ടോപ്പില് ബാങ്ക് കൊടുത്തോ? എന്നാ വെള്ളം കുടിച്ചോളി നിങ്ങൾ, ബാങ്ക് കഴിയുമോ? ഓക്കെ. ബാങ്ക് കേട്ടാ എന്താ പറയാ? അതിന്റെ കൂടെ പറയണല്ലേ? ഓക്കെ. ഇവിടെ കൊടുത്തില്ലല്ലോ ബാങ്ക്. ഫോണിലയച്ചാ? ഫോണില്ല. അപ്പൊ കുഴപ്പമില്ല. ഞാനിവിടെ അങ്ങാടിയിലാണ് താമസിക്കുന്നത്. അപ്പോ ബാങ്ക് നല്ല കേക്കും. ഓക്കെ. ഇതെന്താ വായിക്കുക? മാഷാഅല്ലാ. ആരോ വായിച്ചല്ലോ. എന്തല്ലേ ഇക്ക പോയാ? സൈൻ. മാഷാഅല്ലാ, മബ്രൂക്ക്. അപ്പൊ എന്താ വായിച്ചേ? ഇത് പ്രയാസമില്ലല്ലോ. നമ്മൾ പഠിച്ചത് നമ്മൾ ഒരുമിച്ച് എഴുതിയില്ലേ? അപ്പൊ എളുപ്പമായില്ലേ? തോണി വരച്ചതുകൊണ്ട് എഴുതാനും എളുപ്പമില്ല, അല്ല എളുപ്പമായി. നമ്മള് അക്ഷരങ്ങൾ പഠിച്ചതുകൊണ്ട് അത് വായിക്കാനും എളുപ്പമായി അല്ലേ? വായിക്കാനും എഴുതാനും എളുപ്പമായില്ലേ? ഓക്കെ. അപ്പൊ എന്താണ്? നബത. ഓക്കെ. നബത്ത എന്ന് പറഞ്ഞാല് മലയാളത്തിൽ മുളച്ചു എന്നർത്ഥം. നമ്മൾ ചെടിയൊക്കെ മുളച്ചു വരില്ലേ, വിത്തൊക്കെ മുളച്ചു വരില്ലേ, അതിനാണ് നബത്ത പറയാ. ഓക്കെ. ഇപ്പൊ നമ്മൾ ഒരുമിച്ചുള്ള ഒരു അക്ഷരം പഠിച്ചു കേട്ടോ. ഓക്കെ. അലിമക്ക് മനസ്സിലായോ ഒരുമിച്ച് എഴുതിയപ്പോ? ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ നമ്മള് നബത്ത ഒന്ന് എഴുതി പഠിച്ചു നോക്ക. അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ആദ്യം ഒരു തോണി ഒരുമിച്ച് ഇങ്ങനെ വരച്ചില്ലേ? ഇങ്ങനെ എഴുതുമ്പോ ലാസ്റ്റ് ഒരു ഇത്തിരി നീളത്തിൽ വരച്ചോളേണ്ടി കേട്ടോ. ആദ്യം മുകളിലൊരു ഡോട്ട് ഇട്ടു, അതിന്റെ മേലെ വരച്ചു. അപ്പൊ അടിയിൽ ഡോട്ട് ഇട്ടു, അതിന്റെ മേലെ വരച്ചു. അപ്പോ വല്ലാണ്ട് ചെരിഞ്ഞോയോ? കുറച്ച് ചെരിഞ്ഞാൽ മതി. ഇന്റെ അകാരം സിമ്പൽ വല്ലാണ്ട് ചെരിഞ്ഞു പോയി. അപ്പോ two dots on the top. നബത. ഓക്കെ. റിയാൻ കൊയങ്ങിയോ? റിയാൻ ഒരുമിച്ച് കേട്ടിട്ടാണ്. റിയാൻ ഇനി കുറച്ച് ദിവസം ഒഴിവല്ലേ? അപ്പൊ ക്ലാസ് കേട്ടിട്ട് ബുക്ക് കിട്ടിയിട്ടുണ്ടാ റിയാന്? ഇല്ല.
ഓ മാഷാല്ലാ മാഷാല്ലാ. ഓക്കെ. അപ്പൊ അതില് 7ാമത്തെ പേജിലുള്ളത് കുറേശ്ശെ അരച്ചിട്ട് ടീച്ചർക്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ. നിങ്ങളിപ്പോ എന്റെ സ്ക്രീനിൽ ചെറുതാണ്, അതുകൊണ്ട് വല്ലാണ്ട് ക്ലിയർ ആയിട്ട് കാണൂല കേട്ടോ. ഞാനിപ്പോ ഉള്ളത് ഈ റൈറ്റിംഗ് പാഡില് പാഡ് ഉപയോഗിച്ചിട്ട് എഴുതല്ലേ, അപ്പൊ എനിക്ക് ഇതും നിങ്ങളെ ചെറുതായിട്ടേ കാണുള്ളൂ. നബത്ത എന്താ വായിക്ക? എന്താ വായിക്ക? നബത്ത. നബത്ത. നമ്മൾ ഏതൊക്കെ അക്ഷരം എഴുതിയത്? ന ലാസ്റ്റ് എഴുതിയപ്പോ കുറച്ച് ഇത്. ഓക്കെ. ഓക്കെ. നബത്ത. ഇത് മറക്കോ? ഇത് മറക്കൂലല്ലോ. നബത്ത. നബത്ത. ഇനി മറക്കൂലല്ലോ. ഇനി അത് എഴുതാൻ നിങ്ങൾക്ക് അതില് സ്ഥലമുണ്ടോ? ബുക്കില് എഴുതി നോക്കണം. ഇനി ഒന്ന് എഴുതി നോക്കിയാലോ? ഓക്കെ. 12ാമത്തെ പേജില് ആദ്യത്തെ ലൈനില് നബത്ത. അപ്പൊ ബ ബി ബു അതൊക്കെ പഠിഞ്ഞില്ലേ? ഇനി നമുക്ക് ഒരുമിച്ച് എഴുതി പഠിക്കാം അല്ലെ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി വാട്സപ്പിൽ ചോദിക്കണം കേട്ടോ. ഒട്ടും അറിയില്ലെങ്കിൽ ഇതേപോലെ ഞാൻ എടുത്തു തരണ്ട്. റിയാൻ ഒട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് ഇരിക്കുക കുറച്ച് സമയം കേട്ടോ. എനിക്ക് ഒഴിവുള്ള ഒരു ടൈമില് അറിയിച്ചാൽ മതി. ഒട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട്. ഇനി എഴുതിക്കോളെ. 12ാമത്തെ പേജില് ആദ്യത്തെ ലൈനിൽ എന്താ വായിക്ക? നബത്ത. അത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അത് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഫത്തഹ 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 എന്നൊന്നും ഇപ്പൊ പറയാത്ത എന്താണെന്നറിയോ? അപ്പൊ നമ്മൾ തോണി വരച്ചപ്പോ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. വെറും തോണിയല്ലേ വരച്ചേ? ബോട്ട് ഇങ്ങനെ വരച്ചില്ലേ? പിന്നീടല്ലേ നമ്മളത് ബ ആണും താഴെക്കിട്ട് വേറിടിച്ച്. അതേപോലെ ഫത്തഹക്ക് വഴിയേ വരും കേട്ടോ. അതാണിപ്പോ വെറും വരാന്നൊക്കെ പറയുന്നത്. സ്ട്രൈറ്റ് സിമ്പിൾ, വവൽ സിമ്പിൾ അങ്ങനെയൊക്കെ പറയുന്ന അതുകൊണ്ടാ. ഇപ്പോഴാണ് ബാങ്ക് കൊടുത്തത്. എഴുതുന്നതിന് മുമ്പ് ബിസ്മില്ല പറയുന്ന കേട്ടോ. ബിസ്മില്ല. ബിസ്മില്ല. ഇല്ല, അതാണ് ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. ഇതിന് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഞാൻ എഴുതാത്തി. ബേജാറാവണ്ട. എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് പെൻസിൽ കൊണ്ട് മായ്ച്ചിട്ട് പിന്നീട് എഴുതാട്ടോ. അത് നിങ്ങൾ ആദ്യമായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് മായ്ച്ചിട്ട് നമുക്ക് പിന്നീട് എഴുതാം. സൈൻ കൊയങ്ങിയോ? എന്താണ് ഇത്ര ക്ഷീണം? മദ്രസയിൽ പോകുന്ന പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് സുന്ദര കുട്ടനായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ അതിന് ക്ഷീണിക്കണ എന്താ? അലീമ. മാഷാഅല്ലാ മാഷാഅല്ലാ. മബ്രൂക്ക്. അലീമ മദ്രസയിൽ പോണ പോലെ ഇരിക്കുന്നുണ്ട്.
കൊണ്ടെല്ലാം ഞാൻ പഠിക്കാനോ ടീച്ചർക്ക് ഇത് എഴുതാനാ തോന്നുന്നു. കഴിഞ്ഞ ഒന്ന് സ്ക്രീനിലോട്ട് വരാം. നമ്മൾ എഴുതിയ സ്ഥലമില്ല അവിടെ. ഇങ്ങനെ നേരെ ഇനി ഏതാണ് പിന്നെ എവിടുത്താണല്ലേ ഈ പേജ് വേണ്ടേ? ഇതില് നേരെയാണ് ടീച്ചർ എഴുതി 1, 2 വരെ ഇട്ടിട്ടല്ലേ എഴുതിയ. നേരെ അതിന്റെ അപ്പുറത്ത് നേരെ എഴുതിക്കണ്ടേ പത്താന്ന് ഫുള്ള്. ഒരുപാട് എഴുതണ്ട കേട്ടോ. ബുക്ക് നിറയെ എഴുതണ്ട. ഒരു 4-5 പ്രാവശ്യം എഴുതിയാൽ മതി. ആരെങ്കിലും എഴുതി കഴിഞ്ഞവരുണ്ടാ? എവിടക്ക അറിയാനും പോണു? ആരാ കഴിഞ്ഞ അത് മതി. ഒരു 4 പ്രാവശ്യമൊക്കെ മതി. നോക്കട്ടെ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഞാൻ അലീമന്റെ അടുത്തൊന്ന് നോക്കട്ടെ കേട്ടോ. അലീമ ഓക്കെ. മാഷാഅല്ലാ മാഷാഅല്ലാ മബ്റൂക്ക് മാഷാഅല്ലാ മാഷാഅല്ലാ. ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട്. ബറക്കല്ലാഹു ഫീക്ക്. ഓക്കെ. ഇനി ആരാ പറഞ്ഞേ? ദാരാ സൈൻ. ഒരു മിനിറ്റ് സ്ക്രീന് വലുതാക്കട്ടെ കേട്ടോ. ഓക്കെ മാഷാഅല്ലാ മാഷാഅല്ലാ മബ്റൂക്ക്. തോണി വരച്ച് പഠിച്ചതുകൊണ്ടേ നിങ്ങൾക്കൊക്കെ വയ്ക്കുന്നുണ്ട് എഴുതാൻ. ഇനി ആരാ? ലൈക്കമ്മോട് എഴുതിയോ? എനിക്ക് നിങ്ങളെ ഓരോരുത്തരുടെയും സ്ക്രീനിലോട്ട്. എവിടെ ലൈക്കന്റെ നോക്കട്ടെ. കഴിഞ്ഞ കേട്ടില്ല. 2 സമയം കട്ടായിനേനു തന്നെ എഴുതണുള്ളൂ. ഹലോ. ഓക്കെ എന്ന് എഴുതിക്കോട്ടെ. അത് മനസ്സിലായിക്കില്ല. ഏത് വരി ഏത് പേജിലാ എഴുതണ്ടേന്നൊന്നും നോക്ക് മനസ്സിലായിക്കില്ല. കുഴപ്പമില്ല. ഓക്കെ. ഏത് പേജിലേനു? ഏത് 12ാമത്തെ പേജല്ലേ? അല്ല 13. അല്ല 12ലും 13ലും ഒക്കെ ഉണ്ടത്. ഏതിലാ എഴുതണ്ടേ? 12ാമത്തെ പേജില് ഫസ്റ്റ് ലൈനിലുണ്ട് നബത്ത. ഓക്കെ, അത് താഴോട്ടല്ലേ എഴുതണ്ടേ? താഴോട്ട്. ഓക്കെ. 3ാമത്തെ ലൈനാണ് അവരുടെ ബേസ് ലൈന്. 3ാമത്തെ ലൈനിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ 3 ലൈന് കഴിഞ്ഞ് അടുത്ത ലൈനില്, അതായത് ഒരു ഇത്തിരി ബ്ലാക്ക് ആയിട്ട് കിടക്കുന്നില്ലേ ഒരു ലൈന്. എല്ലാത്തിലും ഒരുമിച്ച് എഴുതണ്ട. ഒരു 2-3 എഴുതിയാൽ മതി. വേറെ ആരാണ്? ലൈക്ക, സൈൻ കാണിച്ചെന്നു, അലീമ കാണിച്ചെന്നു. അർമാൻ എവിടെ? വാ. എന്റെ ഉമ്മമ്മ ഇല്ലേ അവിടെ? ഉമ്മമ്മ എവിടെ പോയി? അർമാൻ ഉമ്മമ്മ എവിടെയാ? വെറുതെ അല്ല ഇങ്ങനെ ചെവിയിലൊന്നും വെക്കണ്ട. ഞാൻ എന്തേലും ചെവിയിൽ വെച്ചാ? എഴുതി കഴിഞ്ഞാ? എന്തെങ്കിലും എഴുതിയെങ്കിൽ കാണിച്ചോണ്ട. ഇല്ല. ഹൈമിയാണ് ഇപ്പോ എഴുതുന്നല്ലേ? അല്ല ലൈക്ക. ഹൈമി എവിടെയായിരുന്നു? ഇപ്പൊ വന്നതാ? ഹൈമിന്റെ അത് ലൈക്കാണ് അല്ലേ? സംസാരിക്കുന്നോണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വീഡിയോ ഓഫ് ചെയ്ത് വെക്കുന്നതാ. ഓക്കെ. ഇതാരതാണ്? മാഷാഅല്ലാ മബ്റൂക്ക്. ഹൈമീദ. ഓക്കെ മാഷാഅല്ലാ ഫീക്ക്. ഓക്കെ. അപ്പൊ ഹൈമി ഇതിലുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ആള് സംസാരിച്ചോണ്ടിരിക്കുന്നതായിട്ട് മ്യൂട്ട് ചെയ്ത് വെക്കുന്നു. ഓഫ് ചെയ്താൽ എനിക്ക് മനസ്സിലാവില്ല. ഓണാക്കി കളയാണ്. ഞാൻ എന്ത് ആബ്സെന്റ് ആട്ടണ്? ഓക്കെ.
ഓക്കെ ഓക്കെ മാഷാഅല്ലാ മബ്രൂക്ക്. ഇനി ആരാ? റിയാൻ. റിയാൻ എവിടെ പോയി? റിയാൻ റിയാൻ പോയേ? ഇതാണ്. ഓക്കെ ഓക്കെ മാഷാഅല്ലാ മാഷാഅല്ലാ മബ്രൂക്ക്. ഇത്തിരി കൂടി പൊന്തിച്ചേ. ഓക്കെ 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 മാഷാഅല്ലാ മാഷാഅല്ലാ മബ്രൂക്ക് ബറക്കല്ലാഹു ഫീക്ക്. അവൻ ആദ്യമായിട്ട് എഴുതണല്ലോ മാഷാഅല്ലാ മബ്രൂക്ക്. ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ട് ട്ടാ. ഓക്കെ, ഇനി മറ്റേ ക്ലാസ്സും കൂടി ഒക്കെ കേൾക്കുമ്പോ ഈ എഴുതിയ ഏതാ എഴുതണ്ടേന്നാ? അപ്പൊ ഈ ഇതുവരെ എവിടെയായിരുന്നു? നബത്ത മതി അത്ര മതി. എഴുതിയെന്ന് കാണിച്ചോണ്ടാ. പോയാ? ഒരു 2 വരി ഏകദേശം ക്ലിയർ ആണോ നോക്കാനാണ്. അപ്പൊ ഈ ഇതുവരെ എന്തെടുക്കായിരുന്നുടാ? കാക്ക എവിടെ? ക്യാമറ ഓഫ് ആണോ? ആരുടെ? ലൈക്കന്റെ ലൈക്കന്റെ ഓൺ ആണ്, പക്ഷെ അവളിനെ കാണുന്നില്ല. ഓക്കെ, ഒന്നും കൂടി ഒരു സൈഡ് കാണുന്നുണ്ട്, ഒന്നും കൂടി ഒന്ന്. ആ ഓക്കെ, ഇത്ര ഓക്കെ ഓക്കെ ഇപ്പൊ ഓക്കെ ആയി, ഇപ്പൊ ഓക്കെ ആയി. ഓക്കെ ഓക്കെ, അതൊരു ക്യാമറ എപ്പോഴും ഇപ്പൊ ഓക്കെ ഇല്ല. എഴുതിയത് അത് കാണിക്കണമെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ വെക്കേണ്ടിയിരുന്നു. ഇത് കണ്ടോ? അത് എവിടെൻ്റെത്? ഇതുപോലൊരു സാധനം ഇതിൽ വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ വെച്ചാൽ മതി ഫോൺ എപ്പോഴും. അതില്ല കയ്യില്. ഓക്കെ, അതില്ല, ഞാൻ ലാപ്പിൽ കണക്ട് ചെയ്യാന്ന് വിചാരിച്ചതാ. പക്ഷേ മോൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഫോണേ തന്നെ. അതൊന്നും വാങ്ങിയാൽ മതി, അത് നമുക്കൊക്കെ നല്ലത്. നമ്മൾ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോ. ഹൈമി മാഷാഅല്ലാ. ഹൈമിക്ക് ഇപ്പോഴും മടി മാറിയിട്ടില്ല. അത് ഹൈമി എന്താ ഉഷാറില്ലാത്ത? പുതിയ ഫ്രണ്ട്സ് ഒക്കെ എത്ര പേര് ഫ്രണ്ട്സ് വന്നിട്ട് എന്താണ്? ഹൈമ എഴുതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ആളിങ്ങനെ മൂഡ് മൂഡ് ഓഫ് ആണ്. അതിനെന്ത് ചെയ്താൽ മതി അറിയോ? ഇവരിന് ആർക്കെങ്കിലും ഒന്ന് പേഴ്സണലി വിളിച്ചു കൊടുത്താൽ മതി. ഇതാ അലീമൊക്കെ ഇതാ അവൾക്ക് ഫ്രണ്ട്സ് കൂടാന് അലീമ ഉണ്ട്, ലൈക്ക് ഉണ്ട്, അർമാൻ ഉണ്ട്, സൈൻ ഉണ്ട്, റിയാൻ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അവരിനൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ മതി. അപ്പൊ റിയാന്റെ കാണിച്ചെന്നു. അപ്പൊ ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഫുള്ളൊന്നും എഴുതണ്ട, ഇപ്പൊ എഴുതണ്ട. ഓക്കെ, ഫുള്ള് എഴുതുന്നുണ്ട്. വേണ്ട, ഇപ്പൊ എഴുതണ്ട, പിന്നീട് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത് നോക്കാം. പിന്നെ അപ്പത്തെ കഴിഞ്ഞ് ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ഇനി മതി എഴുതിയത്. നമുക്ക് അടുത്ത ആഴ്ച, അടുത്ത സാറ്റർഡേ അതിന് മുമ്പായിട്ട് എഴുതിയാൽ മതി. ഓക്കെ ഓക്കെ, ഇവിടെ മതി എഴുതിയത് മതി. കാണുന്നുണ്ടോ? ഇതിലെങ്ങനെ കാണിക്കും ഞാനിപ്പോ? ഇതാ അതിലിപ്പോ വേറെന്തോ വരുന്ന ഹൈമിന്റെ ലൈക്കന്റെ കാണുന്നുണ്ടോ? ലൈക്കന്റെ കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആ സ്ക്രീനിൽ നിന്ന് പോകുന്നു, എനിക്കത് കാണൂല. ഞാനിപ്പോ ഈ റൈറ്റിംഗ് പാഡിലോട്ട് പോകുന്നു. സ്ക്രീന് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കും. അത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാ മതി കേട്ടോ. അത് ഗ്രൂപ്പിലിടാം. ഗ്രൂപ്പിലിട്ടാം. ഗ്രൂപ്പിലല്ല, പേഴ്സണൽ ആയിക്കോട്ടെ. ഗ്രൂപ്പിലാവുമ്പോ എല്ലാവർക്കും ഒരുപാട് മെസ്സേജ് ആവുമ്പോഴേ പേഴ്സണൽ ഇട്ടെന്നാളി. പിന്നെ അവരൊന്ന് നന്നായി പഠിച്ചതിന് ശേഷം നമുക്ക് ഗ്രൂപ്പിലിടാം. ഗ്രൂപ്പിലാവുമ്പോ ഞാൻ അതിന് മറുപടിയും പറയുന്നുണ്ടല്ലോ. അത് അല്ല അപ്പൊ ഗ്രൂപ്പിലാവുമ്പോ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും. പേഴ്സണലി ആവുമ്പോ നിങ്ങളനുസരിച്ച് നമുക്ക് അങ്ങോട്ട് സംസാരിക്കാലോ. ഓക്കെ, ഇനി അടുത്തത് എഴുതാട്ടോ. അപ്പൊ നമ്മൾ നബത്ത പഠിച്ചല്ലോ. പിന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാട്ടോ. ഇനി നോക്കിയ എല്ലാരും ഇങ്ങോട്ട് അടുത്തത് പഠിക്കാം. ഓക്കെ, അടുത്തത് എന്താ? അടുത്തത് ഞാൻ എഴുതട്ടെ, അപ്പൊ നിങ്ങൾ വായിക്കണം കേട്ടോ. ഞാൻ എഴുതാം. ലൈക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കും, എന്നാലേ ഉള്ളൂ ഞാൻ എന്താ എഴുതണേ മനസ്സിലാവുക. അതേപോലെ തന്നെ 3 ഇത് എഴുതിച്ചു. മൂന്നാമത്തത് ഇത്തിരി വലുതാക്കിട്ടോ. ഇവിടെ ഞാൻ അതിൻ്റെ ടോപ്പിലൊരു ഡോട്ട് ഇട്ടു. എന്നിട്ട് അതിനൊരു കർവ്ഡ് സിമ്പിൾ കൊടുത്തു. ഇതിൻ്റെ ബോട്ടമിൽ ഒരു ഡോട്ട് ഇട്ടു. അതിൻ്റെ അടിയിൽ ഒരു ഇകാരത്തിന്റെ സിമ്പിൾ കൊടുത്തു. ഇവിടെ ഞാൻ 2 ഡോട്ട് ഇട്ടു. അതിൻ്റെ മേലെ ഒരു വര വരച്ചു. ഇതൊന്ന് വായിച്ചേ. എന്താണ്? നുബിത്ത. മാഷാഅല്ലാ മബ്രൂക്ക്.
നുബിത. എളുപ്പല്ലേ? നുബിത. നേരത്തെ നമ്മൾ എന്താ പഠിച്ചേ? നബത. നബത. ഇത് നുബിത. ഓക്കെ, എളുപ്പല്ലേ? ഓക്കെ. ഇനിയിപ്പോ കുത്തൊന്നും പറയണ്ട. ഇല്ല, ഇനി ഡോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നുബിത. 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 ആദ്യം എഴുതുക, എന്നിട്ട് ഇപ്പൊ എഴുതണ്ട കേട്ടോ. ഇപ്പൊ ഇത് നോക്കിയാ മതി. ഇനി ഡോട്ടൊന്നും വേണ്ട അല്ലെ? ഒന്നും പറയണ്ട. പഠിഞ്ഞില്ലേ? എഴുതുമ്പോ ശ്രദ്ധിച്ചല്ലോ, ഒന്ന് ഇത്തിരി വലുതാക്കണം കേട്ടോ. സിമ്പിൾ. ഓക്കെ. അപ്പൊ നബത, നുബിത. ഇനി നിങ്ങൾക്ക് പണിയില്ല, വേഗം ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് ഞാൻ എന്താ എഴുതണേ വായിക്കോ? ഓക്കെ. ഇനി ഓക്കെ. ഇതെന്താ? മാഷാഅല്ലാ, മബ്രൂക്. സുബിത. 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 എന്താണ്? സുബിത. സു അല്ല, സുബിത. സുബിത. ഓക്കെ. ഇതെന്താണ്? സു. ഇതെന്താണ്? ബി. ഇതെന്താണ്? ത. ഓക്കെ, മാഷാഅല്ലാ, മബ്രൂക്, ബറക്കല്ലാഹു ഫീക്കും. താഴോട്ട് പോരുമ്പോ എനിക്ക് സ്ഥലം ഉണ്ടാവില്ല, അതാണ് പ്രശ്നം. സുബിത. സുബിത. ഓക്കെ. സുബിത. ഓക്കെ. ഇത് ഇത്തിരി വളവൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇനി ഇത് എഴുതണതൊന്ന് ഇത്തിരി ചെറുതാക്കേണ്ടി വരും. സുബിത. ഓക്കെ. അപ്പോ മേലെ എന്താ പഠിച്ചേ? കിട്ടിയാ? കേൾക്കുന്നില്ലേ? അലീമ, കേൾക്കുന്നില്ല എന്റെ സൗണ്ട്? അപ്പൊ ഇത് വായിക്കും, ഇത് വായിക്കും. ഇതെന്താ? നബത. മാഷാഅല്ലാ, മബ്രൂക്. ഇതെന്താണ്? നബത. ഓക്കെ. ഇത് നുബിത. ഓക്കെ. ഇത് സുബിത. അർമാൻ? സുബിത. ഓക്കെ. നബത, നുബിത, സുബിത. പിന്നെ ഒന്നും കൂടി പഠിച്ചാലോ? അതെന്താണ്? സബത. ശരിക്കും നമ്മൾ ആദ്യം അതായിരുന്നു പഠിക്കേണ്ടത്. ഓക്കെ. നമ്മള് സബത്ത പഠിച്ചിട്ടായിരുന്നു സുബിത്ത പഠിക്കേണ്ടിരുന്നത്. ഓക്കെ. ഇല്ല, ഇത് ഞാനേ ആദ്യം എഴുതിയതൊക്കെ വന്നതാ. ഒന്നും വായിച്ചപ്പോ അതിനു മുമ്പുള്ളൊക്കെ വന്നു.
ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി എഴുതാം, ഇതും കൂടി പഠിക്കട്ടോ, സബത്തെയും കൂടി പഠിക്കാം, അതൊക്കെ എളുപ്പമാണ്. ഓക്കെ, 1 2 3 വരച്ചു. അതിൽ ആദ്യത്തതില് 3 പുള്ളിട്ട് മേലെ വരെ വരച്ചു. എന്താ വായിക്കാ? സബത്ത, 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 ഓക്കെ, സബത്ത, സബത്ത. ഒക്കെ എളുപ്പല്ലേ? അതൊക്കെ വേഗം പഠിയില്ലേ? സബത്ത. ഓക്കെ, പിന്നെന്താ നമ്മൾ ആദ്യം പഠിച്ചേ? നബത്ത, നബത്ത. പിന്നെന്താ പഠിച്ചേ? നുബിത്ത, നു ഇങ്ങനെ എഴുതാ, നുബിത്ത. ഓക്കെ, സബത്ത പഠിച്ചു. പിന്നെ സുബിത്ത. ഒക്കെ എളുപ്പല്ലേ? എന്തുകൊണ്ട് എളുപ്പമായ? നമ്മൾ ഈ തോണിയൊക്കെ വരച്ച് പഠിച്ചത് കൊണ്ട് അല്ലേ? ഓക്കെ, സുബിത്ത. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റക്ക് എഴുതി വെക്കാൻ കഴിയില്ലേ? അവിടെ ഒരാൾ എഴുത്തു തുടങ്ങിയല്ലോ, അപ്പൊ എഴുതണ എങ്ങനെയൊന്നും നോക്കണ്ടേ? ലയിക്കുമ്പോൾ അടിപൊളിയായിട്ട് എഴുതിയിരുന്നല്ലോ, മാഷാ അല്ലാ. അലീമ, ഇനി ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇനി എഴുതണോ? ഒരുമിച്ച് എഴുതുമ്പോ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ? ഇതെന്താണ് ആദ്യം എഴുതിയത്? സൈൻ വായിച്ചേ. ഓക്കെ, അടിയില് നബത. ഓക്കെ, ഇത് നുബിത. ഇതോ സുബിത്ത. അങ്ങോട്ട് നോക്കല്ലേ, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്ക്. സുബിത്ത. അത് അത് അതിപ്പോ നമ്മള് പഠിച്ചില്ലേ? എങ്ങനെ നമ്മൾ പഠിച്ചത് നോക്ക്. ഇതെങ്ങനെ എഴുതിയിട്ടില്ല? ആദ്യം നമ്മൾ പഠിച്ചില്ലേ? ഒരു ബോട്ടില് 3 ഡോട്ട് ഇട്ടിട്ട് മേലെ ഇങ്ങനെ ഇട്ട എന്താ വായിച്ചേ? സാ വായിച്ചില്ലേ? ഓക്കെ, സൈൻ ഇതെന്താ വായിക്ക? സി അല്ലേ? ആ, ഇതെന്താണ്? ഈ വളഞ്ഞ അടയാളിട്ട് എന്താ വായിക്ക? സു. അതല്ലേ ഇവിടെ ഉള്ളത്? ഇതാ അവിടെ അല്ലേ? അപ്പൊ അതെന്താണ്? സു. അപ്പൊ ഇത് നമ്മൾ ആദ്യം ബ പഠിച്ചു, പിന്നെ നമ്മൾ ബി പഠിച്ചു, പിന്നെ ബു പഠിച്ചു അല്ലേ? അപ്പൊ ഇതില് ഈ ബി അല്ലേ ഇവിടെ ഉള്ളത്? ഈ കറങ്ങണ കസാലുള്ള വേറൊരാളും ഉണ്ടായിരുന്നു. എന്താ അവന്റെ പേര്? ഐസിൻ. ഐസിൻ അല്ല, ഐസിൻ തന്നെ തോന്നുന്നു. ഈ കറങ്ങണ കസാല പറ്റൂല, സദാ കസാല പറ്റുള്ളൂ നിങ്ങൾക്ക്. അപ്പോ സുബിത്ത. കാരണം കണക്ഷൻ പോവുകയാണെങ്കിൽ നമുക്ക് നിർത്തേണ്ടി വരും കേട്ടോ. അപ്പൊ അതുവരെ വേഗം നോക്കിക്കോളി. സുബിത്ത. ഇപ്പൊ മനസ്സിലായോ എങ്ങനെ ഇത് ഒരുമിച്ച് എഴുതിയെന്ന്? അപ്പൊ അക്ഷരം പഠിയാതെ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് പോയിട്ട് കാര്യമില്ല. അപ്പൊ ഇതെന്താണ്? ഇതിലിപ്പോ എന്തൊക്കെയുള്ള? ഈ സു എടുത്തിട്ട് ഇവിടെ എഴുതി, അപ്പൊ സു. ഇതുണ്ടോ? ഈ ബീന്റെ ബി എഴുതി, അപ്പൊ ബി. ഇനി താ എഴുത, നമുക്ക് ഇവിടെ താ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ആയിക്കോട്ടെ. താ തീ തൂ. അൽഹംദുലില്ലാ, ഇന്ന് ഇത്ര നേരമായിട്ട് പ്രശ്നമൊന്നുമില്ല. അവിടെ കാലാവസ്ഥ ഒക്കെ നല്ലത്. അപ്പൊ എന്താണ്? ത. ഈ ത അല്ലേ നമ്മൾ ഇവിടെ എഴുതിയത്? ഈ ത അല്ലേ നമ്മൾ ഇവിടെ എഴുതിയത് അല്ലേ? അതേപോലെ ഇവിടെ ഈ ബ ആണ് ഇവിടെ ഉള്ളത്. ഇതെന്താണ്? ഈ സു ആണ് ഇവിടെ ഉള്ളത് അല്ലേ? അപ്പൊ സുബിത്ത.
അതിന് മറക്കരുത്, അക്ഷരം മറന്നു കഴിഞ്ഞാൽ ഒക്കെ പോകും. ഓക്കെ, അപ്പൊ അക്ഷരം പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പഠിച്ചേ? നബത. ഓക്കെ, സബത. ഞാൻ ഒന്നുകൂടി എഴുതി തരാം. അക്ഷരമൊക്കെ നല്ല പഠിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരാഴ്ച ഒഴിവല്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം കേട്ടോ. റിയാൻ, ആദ്യത്തെ ക്ലാസ് ഗ്രൂപ്പിലുണ്ട്, അത് ഓൺ ചെയ്തിട്ട് ഒഴിവുള്ള സമയത്ത് കേൾക്കാം കേട്ടോ. ഓക്കെ, നമ്മള് 3 ബോട്ട് വരച്ചു. ആദ്യത്തതില് അതിന്റെ ടോപ്പിലൊരു ഡോട്ടിട്ടു, അതിന് വരയിട്ടു. അടിയിലൊരു ഡോട്ടിട്ടു, അതിനൊരു വര കൊടുത്തു. എല്ലാത്തിന്റെ മുകളിലാണ് വര കൊടുത്തത്. മുകളിൽ കൊടുത്താൽ ആകാരത്തിന്റെ ചിഹ്നാണെന്നും ആ എന്നുള്ള ഉച്ചാരണം വരുന്നും പഠിച്ചിട്ടില്ല. അപ്പൊ നബത, അതിന്റെ അടുത്തതായിട്ട് നമ്മള് നബത, അത് ഞാൻ എഴുതുമ്പോ പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ, രണ്ടാമത് നമ്മള് മുകളിൽ ഡോട്ടിട്ടു, അതിന് ഇങ്ങനത്തെ വളഞ്ഞ സിമ്പൽ ഇട്ടു. അപ്പൊ ഓക്കെ, അടിയിൽ വരട്ടപ്പോ നുബി, നുബിത, നുബിത. അതിന് നിങ്ങൾക്ക് എന്ത് പഠി, ഇത് നാ ആണെന്നും ഇത് ബാന്റെ ചിഹ്നാണെന്നും ഒക്കെ മനസ്സിലാവണം. ഡോട്ട് എവിടെയെന്ന് പഠിക്കണം കേട്ടോ. പിന്നെ നമ്മള് പഠിച്ചത് ത ബ ത എന്ന് എഴുതാൻ. അതിൽ ആദ്യത്തെ ബോട്ടിൽ നമ്മള് ത എഴുതി, രണ്ടാമത്തേല് ബ എഴുതി, തബത. മൂന്നാമത്തതില് നമ്മൾ പഠിച്ചത്, നാലാമതായി നമ്മൾ പഠിച്ചത് ഇതിന് സു എന്നുള്ള സിമ്പിൾ. സു, സു, ബി, ത. നന്നായി പഠിക്കണം ഇത് കേട്ടോ. ഓക്കെ, ലൈക്ക. ഓക്കെ, അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഇതൊക്കെ നന്നായി പഠിച്ചിട്ട് വരില്ലേ? ഓക്കെ, എല്ലാവരും കഴിഞ്ഞോ? അലീമ കഴിഞ്ഞോ? പോയോ? കേൾക്കുന്നില്ലേ? ഓക്കെ 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 ഓക്കെ, എന്നാ ഇന്ന് നമുക്ക് നിർത്താം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചോളൂ കേട്ടോ. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, അസ്സലാമ. ബൈ ബൈ. വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞില്ലല്ലോ. വലൈക്കും അസ്സലാം. ഓക്കെ, ഇൻഷാല്ലാ, അൽഹംദുലില്ലാഹ്, ബറകല്ലാഹു ഫീക്കും. വലൈക്കും അസ്സലാം.